എല്ലാവർക്കും നമസ്കാരം. മനുവിൻ്റെ വികൃതി എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അതിലെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുമല്ലോ. കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം തുടർന്ന് ഈ ക്ലാസ് കാണുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ എന്തെല്ലാം പഠിച്ചു എന്ന് ഒന്നുകൂടി ഓർമ്മിച്ചു നോക്കാം. കൂട്ടങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ? എന്തിൻ്റെ എല്ലാം കൂട്ടങ്ങളെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്? ആടുകളുടെ ഒരു കൂട്ടം, പിന്നെ പക്ഷികളുടെ ഒരു കൂട്ടം, കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടം, പൂക്കളുടെ കൂട്ടം, അല്ലേ? തെങ്ങുകളുടെ കൂട്ടം. ശരി, ഈ കൂട്ടത്തിൽ എത്ര എണ്ണമുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കണേ. ഇനി ഈ ചിത്രം ഒരു കഥയായിരുന്നു. ഈ കഥയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി പറഞ്ഞേ, ഈ കഥയിൽ എത്ര കൂട് കാണുന്നുണ്ട് നമ്മൾ? ഒരു കൂട്, അല്ലേ? ആരുടെ കൂടാണ്? കുരുവികളുടെ. എത്ര കുരുവികളെ കാണുന്നുണ്ട്? 2 കുരുവികൾ. അപ്പോൾ കുരുവികളുടെ കൂട്ടത്തിൽ എത്ര എണ്ണം? 2. ഇനി ഈ കൂട്ടിൽ എത്ര മുട്ടകൾ കാണുന്നു? 1, 2, 3. മുട്ടകളുടെ കൂട്ടത്തിൽ എത്ര എണ്ണം? 3. ഈ മുട്ടകൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങളോ? 1, 2, 3. കുരുവി കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഇനി അവർക്കുള്ള ഭക്ഷണവുമായി അമ്മക്കുരുവി വന്നു. ആ ഭക്ഷണം എന്താണിത്? നെൽക്കതിരുകൾ. ഈ നെൽക്കതിരിന്റെ എണ്ണം എത്ര എണ്ണമാ? 1, 2, 3, 4. 4 എണ്ണമുള്ള ഒരു കൂട്ടം. പിന്നെയോ, ഈ കുരുവികളെയും കുഞ്ഞുങ്ങളെയും കാണാൻ ആര് വന്നു? മനുവും കൂട്ടുകാരും. അവർ എത്ര പേരുണ്ടായിരുന്നു? 1, 2, 3, 4, 5 പേർ, അല്ലേ? ഇവരെന്ത് തീരുമാനിച്ചു? കുരുവി കുഞ്ഞുങ്ങളെ പിടിക്കാൻ തീരുമാനിച്ചു. മനു മരത്തിലേക്ക് കയറി. എന്ത് സംഭവിച്ചു? അമ്മ കുരുവി പറന്നു വന്ന് ഒറ്റക്കൊത്ത്. അതോടുകൂടി മനു താഴെ വീണു. കുരുവി കുഞ്ഞുങ്ങളും അമ്മയും എന്ത് ചെയ്തു? അവർ രക്ഷപ്പെട്ടു, അല്ലേ? അവർ എന്തു പറഞ്ഞു? ഹാവോ, രക്ഷപ്പെട്ടു. അതോടുകൂടി നമ്മുടെ മനുവും ഒരു പാഠം പഠിച്ചു. ആരെയും ഉപദ്രവിക്കരുത്. ഓർമ്മയുണ്ടല്ലോ? ഇനി ഈ പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടവരല്ലേ, അല്ലേ? പറഞ്ഞേ, ആനയ്ക്ക് തുമ്പിക്കൈ എത്ര എണ്ണമാ? 1. കാളയ്ക്ക് കൊമ്പുകളോ? 2. തേങ്ങയ്ക്ക് കണ്ണുകൾ? 3. പൂച്ചയ്ക്ക് കാലുകൾ? 4. ഒരു കൈ വിരലുകൾ? 5. ഓർമ്മയുണ്ടല്ലോ? ഇനി പൂന്തോട്ടത്തിലേക്ക്. ആ മനുവും കൂട്ടുകാരും പൂന്തോട്ടത്തിലെത്തിയല്ലോ. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ തന്ന വർക്കായിരുന്നു. ചെയ്തല്ലോ. എന്തായിരുന്നു? ഒരേ എണ്ണമുള്ള പൂക്കളുടെ ചെടികളുണ്ട്. അവ കണ്ടുപിടിച്ച് ഒരേ എണ്ണത്തിന് ഓരോ കൂട്ടത്തിനും ഒരേ നിറം കൊടുക്കാൻ പറഞ്ഞു, അല്ലേ? ഇവിടെ ഒരു പൂക്കളുള്ള ചെടികൾ 2 എണ്ണം. 1, 2. ഇതിന് നിങ്ങൾ എന്ത് നിറം കൊടുത്തു? ഇതിന് രണ്ടും നമ്മൾ ഒരേ നിറം കൊടുക്കണം, അല്ലേ? കാരണം ഒരേ എണ്ണമാണ്. 1, 1. ഇനിയോ, ഇത് എത്ര പൂക്കളാ? 1, 2. 2 പൂക്കളുള്ള വേറെ ഏത് ചെടിയുണ്ട് ഇവിടെ? കണ്ടുപിടിച്ചോ? ഇതാ. അപ്പം ഈ 2 ചെടികൾക്കും പൂക്കൾക്കും ഒരേ നിറം കൊടുക്കണം. പിന്നെയോ, ഇത് 1, 2, 3, 4. 4 പൂക്കളുള്ള ചെടിയുടെ കൂട്ടം. ഇവിടെയോ 4 പൂക്കളുള്ള ചെടി ഏതാണ്? 1, 2, 3, 4. അപ്പോൾ ഈ 2 ചെടികളിലെയും പൂക്കൾക്ക് ഒരേ നിറം കൊടുക്കണം. ഇനിയോ, 1,
രണ്ട് മൂന്ന് മൂന്ന് പൂക്കളുള്ള ചെടിയാണ്. ഈ വശത്തോ ഒന്ന് രണ്ട് മൂന്ന്. അപ്പോൾ ഈ പൂക്കൾക്കും ഈ ചെടിയിലെ പൂക്കൾക്കും നിങ്ങൾ ഒരേ നിറം കൊടുക്കുക. ഇനിയോ ഇതെണ്ണി നോക്കിക്കോളൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂക്കളുള്ള ചെടി അല്ലേ? ഈ വശത്ത് എണ്ണി നോക്കിക്കേ. ഈ ചെടിയിലെ പൂക്കളെ നമുക്ക് ഒന്നുകൂടി എണ്ണാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. എന്ത് ചെയ്യണം? ഈ രണ്ട് ചെടികളിലെയും പൂക്കൾക്ക് ഒരേ നിറം കൊടുക്കുക. ഒക്കെ വേറെ വേറെ. ഈ 4 എണ്ണം ഉള്ളതിന് നിങ്ങൾ മഞ്ഞയാ കൊടുത്തതെങ്കിൽ 3 എണ്ണം ഉള്ളതിന് ചുവപ്പ് നിറം കൊടുക്കുക. ഒന്ന് ഉള്ള പൂക്കൾക്ക് നിങ്ങൾക്ക് വെള്ള നിറം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ നിറം നിങ്ങൾ നൽകുക. പൂന്തോട്ടത്തിലെ കൂട്ടുകാർ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. എത്ര പുൽച്ചാടിയുണ്ട്? 1. പൂമ്പാറ്റയോ? 2 എണ്ണം. അപ്പോൾ 2 പൊട്ട്. ഇവിടെ 1 പൊട്ട്. തത്തമ്മയോ? 1 2 3. ഇവിടെ എത്ര പൊട്ട്? 3 പൊട്ട്. അതേപോലെ എണ്ണി പൊട്ട് വരയ്ക്കാനാ ചെയ്തിരുന്നല്ലോ. പിന്നെ എത്ര എത്ര പൂക്കൾ. ഈ പാട്ട് നമ്മൾ പാടിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നീലപ്പൂവ്, മഞ്ഞപ്പൂവ് അല്ലേ? പിന്നെയോ ചുവപ്പ് പൂവ്, മുല്ലപ്പൂവ്. ആ ക്ലാസ് കണ്ടിരിക്കുമല്ലോ എല്ലാവരും. ഇനി നമുക്ക് ഇന്ന് എന്താണ്? നമ്മുടെ മനുവും കൂട്ടുകാരും എവിടെ എത്തി? തേന്മാവിന്റെ ചുവട്ടിലെത്തി. തേന്മാവിന്റെ കൂട്ടുകാർ. ഈ മാവും ചുറ്റുപാടും ഒക്കെ ഒന്ന് നിരീക്ഷിച്ചേ നിങ്ങൾ. എന്തെല്ലാം കാണുന്നുണ്ട്? എന്തെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞ് എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മൾ പഠിച്ച പ്രകാരം എന്തിന്റെ എല്ലാം കൂട്ടങ്ങളെ നിങ്ങൾ കാണുന്നു? ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ടെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി പറയണം. റെഡിയല്ലേ? ശരി, എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? ഇവിടെ മാവിൽ നിറയെ മാങ്ങകളും കാണുന്നുണ്ട് അല്ലേ? ഈ മാവും മാങ്ങകളും മാത്രമാണോ? അല്ല, താഴെ കുറെ ജീവികളെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഓരോന്നും മാത്രമേ ഉള്ളൂ അവയൊക്കെ? അല്ല, കൂട്ടങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഓരോ ജീവികളുടെ കയ്യിലും നമ്മുടെ മാങ്ങയും ഉണ്ട് അല്ലേ? ഇനി നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവിടെ കിളികൾ കാണുന്നുണ്ടല്ലോ. കിളികളുടെ ഒരു കൂട്ടമുണ്ട് അല്ലേ? എത്ര എണ്ണമാ കിളികൾ? 1 2. കിളികളുടെ എത്ര കൂട്ടം? കിളികളുടെ കൂട്ടത്തിൽ എത്ര എണ്ണം? 2 കിളികൾ. അവർക്കോ മാമ്പഴമോ? 2 പേർക്കും ഓരോ എണ്ണം കിട്ടി. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള മാമ്പഴക്കൂട്ടത്തിൽ 2 മാമ്പഴം അല്ലേ? 2 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ആരുടെ കൂട്ടമാ നമ്മൾ കാണുന്നത്? മനുവും മനുവിന്റെ കൂട്ടുകാരും ഉണ്ടല്ലോ. അവർ എത്ര പേരായിരുന്നു? 5 പേർ അല്ലേ? 1 2 3 4 5. അപ്പോൾ അവർക്ക് എത്ര മാമ്പഴം വേണം? എണ്ണി നോക്കിക്കേ. 5 എണ്ണം അവർക്ക് കിട്ടിയോ എന്ന്. 1 2 3 4 5 അല്ലേ? ഇവരുടെ കയ്യിലും മാമ്പഴങ്ങളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തിൽ എത്ര എണ്ണം? 5. പിന്നെയോ ഇവിടെ ഇതാരായിരിക്കുന്നത്? അണ്ണാൻ. എത്ര അണ്ണാനുണ്ട് ചിത്രത്തിൽ? 1 2 3. അണ്ണാന്മാരുടെ കൂട്ടത്തിൽ 3 അണ്ണാൻ. ഇവർക്കോ ഓരോരുത്തർക്കും ഓരോ മാമ്പഴം കിട്ടിയല്ലേ? 1 2 3. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലെ മാമ്പഴക്കൂട്ടത്തിലോ 3 മാമ്പഴം.
പിന്നെയോ ഉറുമ്പുകളുടെ ഒരു കൂട്ടമുണ്ട്. എത്ര ഉറുമ്പുകളുണ്ട്? 1, 2, 3, 4. ഉറുമ്പുകളുടെ കൂട്ടത്തിൽ എത്ര ഉറുമ്പ്? 4 ഉറുമ്പുകൾ. എത്ര മാമ്പഴമുണ്ട്? 1, 2, 3, 4 മാമ്പഴം അല്ലേ? പിന്നെ ഇതാരാണ്? ഒരു പുഴു അല്ലേ? പുഴുവിനോ എത്ര പുഴുവാ ഉള്ളത്? 1. പുഴുവിനോ എത്ര മാങ്ങ കിട്ടി? 1. അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കിക്കേ. പക്ഷികളുടെ കൂട്ടത്തിൽ എത്ര പക്ഷികൾ ഉണ്ട്? 2 അല്ലേ? പിന്നെയോ അണ്ണാനോ? അണ്ണാന്റെ കൂട്ടത്തിൽ എത്ര അണ്ണാനുണ്ട്? 3. പിന്നെ ഉറുമ്പുകളുടെ കൂട്ടത്തിലോ? 4 അല്ലേ? പിന്നെ ഈ പുഴു എത്ര എണ്ണമുണ്ട്? ഒന്നല്ലേ ഉള്ളൂ? 1. പിന്നെയോ മനുവും കൂട്ടുകാരും എത്ര എണ്ണമാ? അവരെത്ര പേരുണ്ടായിരുന്നു? 5 അല്ലേ? 5. ശരി, ഇവർക്ക് കിട്ടിയ മാങ്ങകളുടെ എണ്ണമോ? പക്ഷികളുടെ കയ്യിൽ 2, അണ്ണാന്മാരുടെ കയ്യിൽ 3, ഉറുമ്പുകളുടെ കയ്യിലോ 4. 1, 2, 3, 4. പുഴുവിന്റെ കയ്യിലോ 1. പിന്നെ മനുവിന്റെയും കൂട്ടുകാരുടെയും കയ്യിലോ എത്ര മാങ്ങയുണ്ട്? 1, 2, 3, 4, 5. 5 അല്ലേ? 2 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി. 3 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി. ആരാ പറയുന്നത്? അണ്ണാൻ. ഉറുമ്പുകൾ എന്തു പറഞ്ഞു? 4 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി. 1 മാമ്പഴം എനിക്കും കിട്ടി. ആര് പറഞ്ഞു? പുഴു. 5 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി. മനുവും കൂട്ടുകാരും പറഞ്ഞു. അല്ലേ? നിങ്ങൾ എഴുതിയല്ലോ നോട്ട് ബുക്കിൽ? മാമ്പഴത്തിന്റെ എണ്ണം എഴുതിയല്ലോ? ശരി, ഇനി താഴേക്ക് വന്നോളൂ. ഇവിടെ നമുക്ക് കൂട്ടങ്ങളെ കാണാം അല്ലേ? ഉറുമ്പുകളുടെ കൂട്ടവും അവർക്ക് കിട്ടിയ മാങ്ങകളുടെ കൂട്ടവും. നോക്കിക്കോളൂ. മാമ്പഴം 4, ഞങ്ങൾ 4 അല്ലേ? ഇവർക്ക് കിട്ടിയ കൂട്ടത്തിൽ ഉറുമ്പുകൾ എത്ര പേരുണ്ട്? 1, 2, 3, 4. അവർക്ക് കിട്ടിയ മാമ്പഴമോ? 4 എണ്ണം. പിന്നെ എവിടെയോ മാമ്പഴം 3, ഞങ്ങൾ 3. അണ്ണാന്റെ ഈ കൂട്ടത്തിൽ എത്ര മാമ്പഴമുണ്ട്? 1, 2, 3. ഞങ്ങൾ അണ്ണാൻ എത്ര പേരാ? 1, 2, 3. പിന്നെ മാമ്പഴം 5, ഞങ്ങൾ 5. ആരായിരുന്നു 5 പേർ? മനുവും കൂട്ടുകാരും. മാമ്പഴം 1, 2, 3, 4, 5. കൂട്ടുകാരോ 1, 2, 3, 4, 5 അല്ലേ? പിന്നെയോ പുഴു. മാമ്പഴം 1, ഞാൻ 1. പുഴു എന്താ പറയുന്നത്? മാമ്പഴം 1. ഒരു മാമ്പഴമേ കിട്ടിയുള്ളൂ. എത്ര പുഴു ഉണ്ട്? 1. പിന്നെ മാമ്പഴം 2, ഞങ്ങൾ 2. കുരുവികൾ എത്ര പേരാണ്? 2 പേർ. അവർക്ക് കിട്ടിയ മാമ്പഴമോ? 2. ഇനി മക്കൾ എല്ലാവരും ഇതൊന്ന് ക്രമത്തിൽ എഴുതി നോക്കിക്കേ. 1. എണ്ണം കുറവുള്ളത് ആദ്യം എഴുതണം. ഇതിൽ എണ്ണം കുറവുള്ളത് ആർക്കാ കിട്ടിയത്? പുഴുവിന് അല്ലേ? എത്ര എണ്ണമാ? ആകെ 1 കിട്ടിയുള്ളൂ. 1 എഴുതിയില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ടോ ഒന്നുകൂടി കൂടുതൽ കിട്ടിയത് ആർക്കായിരിക്കും? നമ്മുടെ കിളികൾക്ക് അല്ലേ? ഇവിടെ എത്ര മാമ്പഴമുണ്ട്? 1, 2. അപ്പോൾ 1 കഴിഞ്ഞാൽ 2. പിന്നെയോ
ഇനി ഒന്നുകൂടി കൂടുതൽ കിട്ടിയാലോ? ആർക്കായിരിക്കും? അണ്ണാന്മാർ. 1, 2, 3. അപ്പോൾ ഇവരാണ് 3 അല്ലേ? പിന്നെ ഇനി ഒന്നുകൂടി ഒരു മാമ്പഴം കൂടി കൂടുതൽ കിട്ടിയത് ആർക്കാ? ഉറുമ്പ് അല്ലേ? 1, 2, 3, 4. എല്ലാവരും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ? 4. ഇനി അടുത്തതാരാ? 4 കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടുതൽ കൂട്ടിയാൽ, ഒരു മാമ്പഴം കൂടി കൂടുതൽ കിട്ടിയാൽ 1, 2, 3, 4, 5. മനസ്സിലായല്ലോ? ക്രമത്തിൽ എഴുതിയോ? എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു മാമ്പഴം പുഴു, 2 കിളികൾ, 3 അണ്ണാൻ, 4 ഉറുമ്പ്, 5 മനുവും കൂട്ടുകാരും. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. 1, 2, 3, 4, 5. എൻ്റെ കൂടെ എല്ലാവരും വായിക്കണേ. 1, 2, 3, 4, 5. വായിച്ചല്ലോ? വീണ്ടും വീണ്ടും വായിക്കണം. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്ത് ഒരു മാങ്ങ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ 1 എന്നെഴുതുക. പിന്നെയോ 2 മാങ്ങ വരയ്ക്കുക. അതിൻ്റെ നേരെ 2 എന്നെഴുതുക. പിന്നെ 3 മാങ്ങ വരയ്ക്കുക, 3 എന്നെഴുതുക. 4 മാങ്ങ വരയ്ക്കുക, 4 എന്നെഴുതുക. 5 മാങ്ങ വരയ്ക്കുക, 5 എന്നെഴുതുക. ചെയ്യുമല്ലോ എല്ലാവരും? ഇനി അടുത്തത് എന്താ? എണ്ണം എത്ര? ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. സംഖ്യയുമായി യോജിപ്പിക്കാം. ഇവിടെ ബോക്സിൽ കുറച്ച് പെൻസിലുകൾ തന്നിട്ടുണ്ട്. പിന്നെയോ ഇവിടെ സംഖ്യകളും തന്നിട്ടുണ്ട്. സംഖ്യകൾ ക്രമത്തിൽ എണ്ണാൻ നമ്മൾ പഠിച്ചല്ലോ. 1, 2, 3, 4, 5 അല്ലേ? അതല്ലേ ക്രമം? എന്നാൽ ഇവിടെ ആ ക്രമത്തിലല്ല അല്ലേ തന്നത്? അപ്പോൾ ഈ ബോക്സിലെ പെൻസിലുകളുടെ എണ്ണം എണ്ണി നോക്കി ഓരോ ബോക്സും അതിന് യോജിച്ച സംഖ്യകളുമായി ചേർത്ത് വരയ്ക്കണം. മനസ്സിലായല്ലോ? ആദ്യത്തെ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3 പെൻസിലാണുള്ളത്. അപ്പോൾ ഇതിന്റെ 3 എന്ന സംഖ്യ കണ്ടുപിടിച്ചോ എല്ലാവരും? ഇതല്ലേ? ഇനി ഇതിലേക്ക് നിങ്ങൾ ചേർത്ത് വരയ്ക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ എണ്ണി നോക്കി ചെയ്യുമല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.